ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നലെ ഞാൻ ഹാപ്പിനെസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ? അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്നല്ലേ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എങ്ങനെയാ നമുക്ക് കോൺഫിഡൻസ് ആയിരിക്കാൻ പറ്റുന്നത്, കോൺഫിഡന്റ് ആയിരിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. എന്താണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്? ശരിക്കും കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു മാജിക്കോ അല്ലെങ്കിൽ ഒരു ഷോ ഓഫോ ഒന്നും അല്ല. നമ്മൾ ആക്ട് ചെയ്യുന്നതല്ല. ആക്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന കോൺഫിഡൻസ് അല്ല, അത് നമ്മുടെ ഇന്നർ ട്രസ്റ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് എന്ത് വന്നാലും ഞാൻ നേരിടും, എന്നെ ഒരു കാര്യത്തിലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഒരു സിറ്റുവേഷനും എന്നെ തളർത്താൻ പറ്റില്ല, എന്ത് വന്നാലും ഞാൻ നേരിടും എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തളർന്നിരിക്കുകയാണോ, അവിടെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തളർന്നിരിക്കേണ്ടി വരുന്നത്. നമ്മൾ എന്ത് പറയുന്ന അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നാലും, എന്ത് അൺഫേവറബിൾ കണ്ടീഷൻ വന്നാലും നമ്മൾ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് ഐ ക്യാൻ മാനേജ് ഇറ്റ്, ഞാനിത് മാനേജ് ചെയ്യും, ഞാനത് മാനേജ് ചെയ്തിട്ടേ ഉള്ളൂ വേറെ കാര്യം. നമുക്ക് നമ്മളിൽ തന്നെ എന്താ പറയാനാ വിശ്വാസം വേണം അല്ലേ? കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. എന്താണ് ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്? താനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഒരു കണക്കിന്, അതാണ് കേട്ടോ. ശരിക്കും നമ്മൾ സെൽഫ് ടോക്ക്, നമ്മളോട് തന്നെ സംസാരിക്കുന്നത്. ഈ കോൺഫിഡൻറ്റ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമുക്കൊരു ഇന്നർ നമ്മുടെ ഉള്ളിൽ വേറൊരു പേഴ്സൺ ഉണ്ടല്ലേ, നമ്മുടെ ഓരോ കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന നമ്മളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്ന ഒരു ഇന്നർ പേഴ്സൺ നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ സെൽഫ് ടോക്ക് ചെയ്യുന്നതിലൂടെ ഒരു മിററിന്റെ മുന്നിൽ പോയി ഐ ആം കോൺഫിഡൻറ്റ് എന്നൊരു 10 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്നും എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ, അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കഴിയും, എനിക്കത് പറ്റും, ഞാൻ മാനേജ് ചെയ്യും, ഐ ക്യാൻ മാനേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക എപ്പോഴും. മനസ്സിലായോ? എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനോ എന്തെങ്കിലും പോകുന്നതിന് മുന്നേ ഞാൻ എങ്ങനെ അവരുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പേടി, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പേടി വരുവാണെങ്കിൽ നിങ്ങൾ ഈ സെൽഫ് ടോക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടെ നിങ്ങൾ മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് എനിക്കത് പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും, ഐ വിൽ, അങ്ങനെ നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുക. പോസിറ്റീവായിട്ട് നമ്മൾ സെൽഫ് ടോക്ക് കൊടുക്കുക. അതാണ് നമ്പർ 2 എന്ന് പറയുന്നത്, ബോഡി ലാംഗ്വേജ്. എന്താണ് ഈ ബോഡി ലാംഗ്വേജ്? ബോഡി ലാംഗ്വേജിന് കോൺഫിഡൻറ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് അല്ല എങ്കിൽ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ പോയി നമ്മളിങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ താഴ്ന്ന് ഒന്നിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല നമ്മളൊട്ടും കോൺഫിഡൻ്റ് ഒന്നുമില്ല, അവര് കോൺഫിഡൻ്റ് ഒന്നുമില്ല, അവരെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നൊരു മെന്റാലിറ്റി മറ്റുള്ളവർക്ക് വരും. അതുകൊണ്ട് എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ തന്നെ നമ്മളൊരു എന്താ പറയാനാ, ഒരു കോൺഫിഡൻറ്റ് ലെവൽ, നമ്മുടെ തന്നെ കോൺഫിഡൻറ്റ് ലെവൽ നമ്മൾ ഉയർത്തുക. അതിന് കറക്റ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യുക. എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അതായത് സിറ്റ് ഇറക്റ്റ്, സ്പൈനൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഇറക്റ്റ് ആയിട്ടിരിക്കുക. നിൽക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിൽക്കുക. എവിടെ പോയി കഴിഞ്ഞാൽ തല കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ പറയാനാ, ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ വലിയ എന്താ പറയുക റിച്ച് പീപ്പിൾ ആയിക്കൊണ്ടല്ല ജനിക്കുന്നത്, അങ്ങനെ ജനിക്കുന്നവരുണ്ട്. പക്ഷെ അത് അവരുടെ ജീവിത അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നും ഇല്ല, മിക്കവാറും പേർക്ക് പറ്റത്തുമില്ല. അപ്പൂപ്പന്മാരുടെ സ്വത്തും സമ്പത്തും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കേണ്ട സമയമാണ് അല്ലേ? അപ്പൊ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്പർ 3 എന്ന് പറയുന്നത് സ്മൈൽ ഓൾവേസ്. എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുക. നമുക്ക് എന്താണ് ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് വളരെ വിഷമിച്ച് ഒരു സാഡായിട്ട് നമ്മൾ ഒരാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇംപ്രഷൻ? അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ മറ്റൊരാൾ വന്നിട്ട്
ഒരു ചിരിച്ച മുഖത്തോടെ അല്ല, വളരെ സാഡായിട്ടൊക്കെ നമുക്ക് നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്താ തോന്നുക, ആ നെഗറ്റീവ് എനർജി മൊത്തം നമ്മളിലേക്ക് പാസ് ചെയ്യും അല്ലേ, നമ്മളും കൂടി അങ്ങ് ശരിക്കും ഡൗൺ ആയി പോകും. അതുകൊണ്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുക. എല്ലാവരുടെ മുന്നിൽ നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാനുള്ള ടെക്നിക്സ് ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു. നിങ്ങളതൊക്കെ അപ്ലൈ ചെയ്യുക. ഞാൻ ഈ പറയുന്നത് വെറുതെ ഇങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് പോകാനല്ല, അതൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ സ്മൈൽ, എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. ഓക്കെ, ഈ ചിരിക്കുന്ന മുഖത്തിനുണ്ടല്ലോ, നമ്മുടെ ഈ പുഞ്ചിരിക്കുന്ന മുഖത്തിന് ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് ചേഞ്ചസ് നമ്മുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ ഒന്ന് പറയും, അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് അവർ എപ്പോഴും എന്തൊക്കെ വറീസ് ഉണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷെ അവരെപ്പോഴും നല്ല ഹാപ്പിയാണ്, അവരെപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നു എന്ന് ചിലരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ. ശരിക്കും അങ്ങനെ വേണം നമ്മൾ, ശരിക്കും ചിരിച്ച മുഖത്തോടെ നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിലൂടെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക. നമ്മൾ എപ്പോഴും ചിരിച്ച മുഖത്തോടെ വളരെ ആക്റ്റീവായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വേണ്ടത് പ്രിപ്പറേഷൻ ആൻഡ് മൈൻഡ് സെറ്റ് ആണ്. ഇപ്പം സപ്പോസ് ഒരു മീറ്റിങ്ങിന് നമ്മൾ പോവുകയാണ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കണ്ടിന്യൂസ്ലി നമ്മൾ ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് ടോപ്പിക് സംസാരിക്കാനുള്ളത്, അതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓഡിയൻസിനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ എടുക്കുക മൈൻഡിൽ. അപ്പം നമുക്ക് കോൺഫിഡൻറ്റ് വരും. നമുക്ക് ഏതെങ്കിലും ഒന്നും പ്രിപ്പയർ ചെയ്യാതെ നമ്മളൊരു സ്റ്റേജിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരോട് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക, ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ എടുക്കുക. അതുപോലെ മൈൻഡ് സെറ്റ്, നമ്മൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും, നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെക്കുക. ഐ ക്യാൻ ഡു ഇറ്റ് വെരി പെർഫെക്റ്റ്ലി. ഞാൻ എന്താണെങ്കിലും ആൾക്കാരോട് നല്ല രീതിയിൽ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ ഞാൻ സംസാരിക്കാൻ എനിക്ക് കഴിയും എന്നുള്ളൊരിത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ആസ് മൈ എക്സ്പീരിയൻസ് ആസ് വെൽ, സിവിയർ നീ പെയിൻ ആണ്. എനിക്ക് ശരിക്കും നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് പെയിൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, തളർന്നിരുന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റുമോ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ സെൽഫ് കോൺഫിഡൻസ് ടോപ്പുമായിട്ട് വരാന്ന്, പക്ഷെ ഇന്ന് എൻ്റെ കാലിന് നല്ല പെയിൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുത്തിപ്പിടിച്ച് ഇവിടെ വീട്ടിൽ കയറി ഇരുന്നാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞ വാക്കിന്റെ പ്രോമിസ് എനിക്ക് പാലിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് പെയിൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പെയിനിന് അടിമപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്നാലും ഞാൻ തോറ്റു കൊടുക്കുന്നത് എന്തിനാ? എനിക്കതിനുള്ള എന്താ പറയാനാ, എനിക്ക് കഴിവുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ പെയിന് റിസോൾവ്ഡ് ആവും. അത് മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് ഇറ്റ് വിൽ ഗോ അവേ. സോ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മൈൻഡ് ശരിക്കും, ഞാൻ കുറച്ച് നാളായി ഇപ്പൊ സിക്ക് ലീവിലാണ്. പക്ഷെ ഞാനിപ്പോ ആ സിക്ക് ലീവില് എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ വെറുതെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒന്നും കൂടി വേഴ്സ്റ്റ് ആയേനെ. അപ്പൊ ഞാൻ ആ മൈൻഡ് സെറ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് എൻ്റെ മൈൻഡിനെ സെറ്റാക്കി എടുത്ത്, ഓക്കെ, ചുറ്റുമുള്ളവരൊക്കെ വളരെ സഹതാപത്തോട് പറയും എനിക്കത് ഇഷ്ടമില്ല. ശരിക്കും നമ്മൾ ഒരാളിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവരോട് ചെന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. മീൻസ് ഇറ്റ്സ് ഓക്കെ, അത് ശരിയായിക്കോളും, നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പറയുമ്പോൾ നമുക്കും കൂടി ഒരു മൈൻഡിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ എപ്പോഴും നമ്മൾ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യത്തിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേസ് സ്മോൾ ഫിയേഴ്സ് ഡെയിലി. എന്താണത്? മീൻസ് നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പേടിയാണ് അല്ലെ, ആ പേടിയുള്ള കാര്യങ്ങള്, ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് പേടിയുള്ള ആൾക്കാർ, എനിക്കൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മുന്നേ. പിന്നെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തതാണ്. അപ്പൊ ഈ പബ്ലിക് സ്പീക്കിംഗ് പേടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഡെയിലി ഇങ്ങനെ പബ്ലിക്കിനോട് പോയി സംസാരിക്കുക. കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് സംസാരിക്കുക. അങ്ങനെ നമുക്ക് ഫിയർ മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഫിയർ മാറ്റാനായിട്ട്, നമുക്ക് എന്ത് കാര്യത്തിനാണോ പേടിയുള്ളത് ആ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു കോൺഫിഡൻറ്റ് വരും. കോൺഫിഡൻറ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കത്തില്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ നോക്കാതെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? തീർച്ചയായിട്ടും അപ്പം നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുക. നമുക്ക് എപ്പോഴും നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല
കോൺഫിഡൻറ്റ് ലെവലിലേക്ക് എത്തും. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് അപ്ലിഫ്റ്റേഴ്സ്. എന്താണ് ഈ അപ്ലിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്? അപ്ലിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ആ വേർഡിൽ തന്നെ ഉണ്ട് അപ്പ് ലിഫ്റ്റേഴ്സ്, നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ. എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ശരിക്കും നമ്മൾ ചിന്തിക്കാനുള്ള ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണോ ഉള്ളത്? നമ്മുടെ ഓരോ വിജയവും നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ നമ്മുടെ ചുറ്റും ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പം നമ്മൾ ശരിക്കും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നുള്ള സഹവാസം നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും നെഗറ്റീവ് തോട്ടും ഒക്കെ നമുക്ക് തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ മാറിപ്പോവുക. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രം സഹവസിക്കുക. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ഓരോ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും വലിയ ആഘോഷമാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് അല്ലെ, നമ്മളെ ശരിക്കും നീ ചെയ്തത് നന്നായി, വെൽഡൺ, നിനക്ക് അത്രയും കഴിവുണ്ടല്ലോ, നീ അതിനുവേണ്ടി ശ്രമിച്ചല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റിനും നമ്മൾ നിർത്തുക, കൂടെ നിർത്തുക. അപ്പോൾ നെഗറ്റീവ് നമുക്ക് തരുന്ന ആൾക്കാർ നിന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരിൽ നിന്ന് നമ്മൾ മാക്സിമം നമ്മൾ മാറി നിൽക്കുക. അപ്പം ഈ 5 ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തീർച്ചയായും ഈ 5 ടിപ്സ് ഈ ടെക്നിക്സുകൾ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാപ്പിനെസ്, സെക്കൻഡ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായല്ലോ. ഈ സെൽഫ് കോൺഫിഡൻസും ഈ ടിപ്സും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിജയിക്കണം. ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ടവൻ അവൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം തീർന്നിട്ടില്ല. അത് ശരിക്കും അവന് അതിനേക്കാളും വളരെ വളരെ ഉയർന്ന തലത്തിലേക്ക് എത്താനുള്ള ഒരു ടൈമാണത്. മനസ്സിലായോ? നമ്മൾ അതുകൊണ്ടങ്ങ് പാടെ തളർന്ന് നമ്മൾ അങ്ങനെ ഇരിക്കേണ്ട. അത് ശരിക്കും നമുക്ക് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു പടിയാണ്, ചവിട്ടുപടിയാണ്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ആ പാഠങ്ങളൊക്കെ അതുപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവിടെ നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അവിടെ നമ്മുടെ മെന്റാലിറ്റി നമ്മൾ മാറ്റുക. നമ്മൾ തളർന്നിരിക്കുന്ന ആളല്ല, നമുക്ക് തളർന്നിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ബർത്ത് റൈറ്റ് ആണ്, നമ്മുടെ ബർത്ത് റൈറ്റ് ആണ് എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്. നമ്മുടെ ബർത്ത് റൈറ്റ് ആണ്, ഓരോരുത്തരുടെ അവകാശമാണത്. മനസ്സിലായോ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ആ കഴിവുകളൊക്കെ ഒന്ന് നേരായ രീതിയിൽ പുറത്തേക്ക് എടുത്ത് ഒന്ന് നല്ല കോൺഫിഡൻറ്റോട് കൂടി ഒന്ന് നല്ല മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഗോളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങി നോക്കിയേ 100% നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നാളെ ഞാൻ വേറൊരു സബ്ജക്റ്റുമായിട്ട് എത്തുന്നതായിരിക്കും. Inshallah, hopefully I will come with another interesting subject as well. Okay, thank you so much for watching my video. If you like my video, please like it. Also support me by subscribing my channel as well.